അമ്പാടി എന്ന് പറയുമ്പോൾ അൻപിൻ്റെ വാടി എന്നും പറയാം, ദയയുടെ പൂന്തോട്ടം എന്നും. അങ്ങനെ ദയയുടെ ഈ പൂന്തോട്ടത്തിൽ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ആർദ്രതയുടെയും മന്ദമാരുത സ്പർശം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അകം കുളിർപ്പിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ വാക്കുകളും ഇവിടെ വിവരിച്ച സംഭവങ്ങളുമെല്ലാം നമ്മുടെ സമാജത്തിൽ നന്മയുടെയും അനുതാപത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവകൾ വറ്റിപ്പോയിട്ടില്ല എന്നും പൗരാണിക കാലം തൊട്ട് അഭംഗുരമായി ഒഴുകുന്ന നീർച്ചാലുകൾ ഇടകൽപ്പം തേജസ് കുറഞ്ഞു പോയെങ്കിൽ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നും തെളിയിക്കുന്നവയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കൃതിയുടെ ഏറ്റവും വിശിഷ്ടമായ സവിശേഷതകളിലൊന്ന് പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ദർശനമാണത് എന്നതാണ്. സ്വാമിജി നേരത്തെ ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കുകയുണ്ടായി, അത് ധർമ്മം എന്നതാണ്. അങ്ങനെ ഒരു വാക്ക് ലോകത്ത് മറ്റ് ഭാഷകളിലൊന്നുമില്ല എന്നും ഞങ്ങളുടെ സംസ്കൃത ഭാഷയിൽ മാത്രമേ അത്തരമൊരു പദമുള്ളൂ എന്നും സ്വാമി വിവേകാനന്ദൻ വിദേശത്ത് പോയപ്പോൾ അവരോട് പ്രസംഗിക്കുന്നതിനിടയിൽ പറയുണ്ടായി. അതിന് സമാനമായ വാക്കായി ഇംഗ്ലീഷുകാർ പറയുന്നത് റിലീജിയൻ എന്നുള്ളതാണ്. പക്ഷെ അത് ഈ രണ്ട് വാക്കുകളും തമ്മിൽ, ധർമ്മവും മതവും തമ്മിൽ കടലും കടലടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ധർമ്മം എന്നത് നമ്മുടെ ഭാരതീയ ദർശനത്തിൻ്റെ സംസ്കൃതിയുടെ അടിക്കലും അണികല്ലുമായിട്ടുള്ള ഒരു വിശിഷ്ട നാമമാണ്. നമ്മുടെ ഗീതയിൽ പരസ്പരം ഭാവയന്ത ശ്രേയ പരമമാസ്യഥ എന്ന ഒരു ശ്ലോകാർത്ഥമുണ്ട്. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമ്മുടെ ദർശനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അതിനനുസൃതമായൊരു സാമാജിക സംരചനയാണ് നമ്മുടെ രാഷ്ട്ര ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. സ്വാമി വിവേകാനന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വാചകമാണ് നേരത്തെ സ്വാമിജി പറഞ്ഞ മാനവസേവ, മാധവസേവ എന്ന്. നരപൂജയാണ് നാരായണ പൂജ എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, ത്യാഗവും സേവനവും, ഈ രണ്ട് വാക്കുകൾ വളരെ പ്രധാനമാണ്. നമ്മുടെ രാഷ്ട്രം ഏറ്റവും ഉന്നതിയിൽ ജഗദംബയായി, വിശ്വവിശ്രുതയായി, ലോകത്തെ സമാരാധ്യയായി നമ്മുടെ ഭാരതാംബ ഉയർന്നു നിന്നപ്പോഴെല്ലാം അതിന് കാരണമായത് ഈ രണ്ട് മഹത്തായ ദർശനങ്ങളാണ്. ഒന്ന് ത്യാഗം, രണ്ട് സേവനം. ഭാരതം ഒരു മനോഹര പക്ഷിയാണെങ്കിൽ അത് കുതിച്ചുയർന്നത് ഈ രണ്ട് ചിറകിൻ്റെ ബലത്തിലാണ് എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും കരുത്തിറ്റ ആ പക്ഷബലത്തിലാണ് ഈ രാഷ്ട്രം ചക്രവാളത്തിനു അപ്പുറത്തേക്ക് ഉയർന്നു പറന്നത് എന്ന്. എപ്പോഴാണോ ഈ രണ്ട് ദർശനങ്ങളും, രണ്ട് വീക്ഷണങ്ങളും, രണ്ട് സമീപനങ്ങളും നമ്മുടെ സാമാജിക ജീവിതത്തിൽ നിന്ന് അന്യം നീണ്ടു പോയി, അപ്പോഴാണ് നമ്മൾ ക്ഷീണിച്ചു പോയത്, നമ്മൾ തളർന്നു പോയത് എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ട് കാഴ്ചപ്പാടുണ്ട്. ഒന്ന് ഞാനായി, എൻ്റെ പാടായി എന്നുള്ളതാണ്. ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടിയോളും എന്നുള്ളതാണ്. മറ്റൊരു കാഴ്ചപ്പാടുള്ളത്, ഇവിടത്തെ കാഴ്ചപ്പാട്, അന്യനായി തല ചായ്ച്ച് അശ്രുബിന്ദു നേടും കൃതാർത്ഥത എന്ന് ഗീതം പറയും. മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി
ആനന്ദാശ്രു പൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനിർവചനീയമായ ഒരു അനുഭൂതി വിശേഷമുണ്ട്. അത് പകർന്നു നൽകുന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അതിലാണ് നമ്മുടെ പൂർവികന്മാർ ആനന്ദം കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചു എന്ന് പറയണമെങ്കിൽ, അങ്ങനെയാണ് സ്വാമിജി പറയുന്നത്, നിങ്ങൾ ജീവിച്ചു എന്ന് പറയണമെങ്കിൽ ജീവിച്ചു തുടങ്ങുന്നത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിട്ടില്ല എന്നാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ അവനവനിസം എന്ന് പറയാം. കമ്മ്യൂണിസം ഗാന്ധിസം പോലെ ഒരു ഇസമുണ്ട്, അവനവനിസം. ഈ അവനവനിസവും കൊണ്ട് ജീവിച്ച ആളുകളെ കുറിച്ച് അദ്ദേഹം അല്പം പരിഹാസത്തോടെ പറയുന്നത്, അങ്ങനെയുള്ളവർ ചിലപ്പോൾ വലിയ തടിമാടനായിട്ടുണ്ടാവും, 60 വയസ്സായിട്ടുണ്ടാവും, കൊമ്പം മീശയുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം പറയുന്നത്, സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാണ് നിങ്ങൾ ഇതുവരെ ജീവിച്ചെങ്കിൽ നിങ്ങൾ മുതിർന്നിട്ടില്ല, നിങ്ങൾ വലിയ ആളായിട്ടില്ല. നിങ്ങൾക്ക് മീശ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ മീശ വന്ന കുട്ടികളാണ് എന്നാണ്. മീശ വന്ന കുട്ടികൾ എന്ന ഒരു പരിഹാസ പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നയാളാണെങ്കിൽ. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതല്ല, അങ്ങനെ പറയരുതെന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഈശ്വരൻ നമ്മൾ അനുവദിച്ചു എന്നും ഈശ്വരൻ നമ്മൾ അനുഗ്രഹിച്ചു എന്നുമാണ് അർത്ഥമെന്നാണ്. അതിനൊരു അവസരം തന്നു എന്നാണ്, അതൊരു ഭാഗ്യമാണെന്നാണ്. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. ആ ഭാഗ്യം എനിക്ക് ഈശ്വരൻ തന്നു എന്ന കൃതാർത്ഥതയോടെ, ചാരിതാർത്ഥ്യത്തോടെ, സമർപ്പണ ഭാവത്തോടെ, ദൈവിക ഭാവത്തോടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം എന്നാണ്. അങ്ങനെ ഒരു ഭാവവും ഭാവനയുമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. നമുക്ക് എത്ര കിട്ടിയാലും മതിയാവുക? എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ. 10 കിട്ടിയെങ്കിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം എന്നതും, അങ്ങനെ 1,00,000 കിട്ടുമ്പോൾ കോടി വേണമെന്നും. അപ്പൊ ആശയാകുന്ന പാശമതിങ്കെന്ന് വേർവിടാതെ കരേറുന്നു മേൽക്കുമേലെന്ന് ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുമ്പോഴാണ് ഇവിടെ ഒരാശ എന്ന് പറയുന്ന ഒരാള് ഭൂമിയുടെ സമർപ്പിച്ചിരിക്കുന്നത്. പേരാശയാണെങ്കിലും എനിക്ക് അത്ര ദുരാശയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ ആശ എന്ന് പറയുന്നത്, മോഹം എന്ന് പറയുന്നത്, ആസക്തി എന്ന് പറയുന്നത്, അതാണല്ലോ നമ്മളെ പലതിലേക്കും, അരുതുകളിലേക്കും തെറ്റുകളിലേക്കും ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമി ആരുടേതാണ് എന്നതൊരു ചോദ്യമുണ്ട്. 1 സെന്റ് ഭൂമിക്ക് വേണ്ടി സ്വന്തം സഹോദരന്റെ പള്ളയിൽ കത്തികയറ്റാനും ആളുണ്ട് ഇവിടെ. അതിനുവേണ്ടി സുപ്രീം കോടതി വരെ കേസ് പോകുന്നവരും ഉണ്ട്. ഏട്ടനും അനിയനും തമ്മിലുള്ള തർക്കമാണ്. കേസ് സുപ്രീം കോടതി വരെ പോവാണ്. എന്നിട്ടും തോറ്റു കൊടുക്കാൻ ഭാവമില്ല എന്നുമുണ്ട്. അപ്പൊ ആരുടേതാണ് ഭൂമി, ആരുടേതാണ് ധനം, ആരുടേതാണ്? നമ്മുടെ ഹിന്ദു ഫിലോസഫി എന്ന് പറയുന്നത്, നമ്മുടെ ദർശനം എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആരുടേതാകുന്നു ധനം? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാകുന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു ചോദ്യം കസ്യ സിദ്ധനം എന്നുള്ളതാണ്. ആരുടേതാകുന്നു ധനം? ഈ സമ്പത്ത് എന്ന് പറയുന്നത് ആരുടേതാണ് എന്നാണ് ചോദ്യം. അതിൽ 1-ാമത്തെ ശ്ലോകത്തിൽ അതിന്റെ ഉത്തരം പറയുന്നത് കൃത്യമാണ്, ഈശ്വരൻ്റെതാകുന്നു ധനം എന്നാണ്. ഈശാവാസ്യമിതം സർവം വ്യക്തി ജഗത്യാം ജഗത്തേന തെക്തേന പുഞ്ചീരാം ആഗ്രത കസ്യ സിദ്ധനം എന്നുള്ളതാണ്. അപ്പൊ ഈശ്വരൻ്റെതായ ഈ ധനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. തേന തെക്തേന പുഞ്ചീര എന്നാണ്. ത്യജിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് യജ്ഞാശം എന്ന് പറയും. കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് ദർശനം. നമ്മളെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നല്ല, കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഉപയോഗിക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനനുസൃതമായ ഒരു ജീവിത പദ്ധതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് രാമകൃഷ്ണ സർ പറയുമായിരുന്നു, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്,
അദ്ദേഹം ശിഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ ഒരു സത്സംഗം നടത്തുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു, ദൈവം 2 തവണയാ ചിരിക്കുക എന്ന് അദ്ദേഹം പറയണ്ടേ. ഒന്ന്, ഇവിടെ ആരെങ്കിലും ഡോക്ടർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് എന്താ അസുഖം പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകില്ല, അസുഖം വന്നാൽ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ നമ്മളെ ഒരു കുഴലെല്ലാം വെച്ച് നോക്കിയിട്ട് നമ്മളോട് പറയും, പ്രശ്നമൊന്നുമില്ല, ഞാൻ ശരിയാക്കി തരാം എന്ന് പറയും. ചില ഡോക്ടർമാർ ഒറ്റ ഇഞ്ചക്ഷനിൽ ശരിയാക്കുന്ന ഡോക്ടർമാരുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ദൈവം ചിരിക്കും എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഈ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്ന ഡോക്ടർമാർക്ക് സൂക്കേട് വന്നാൽ അവരും മരിച്ചു പോകുന്നുണ്ടല്ലോ, അവരുടെ സൂക്കേട് മാറുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു 200 വയസ്സുള്ള ഡോക്ടറൊക്കെ കാണണമല്ലോ ഇവിടെ. ഒരു 100 വയസ്സുള്ള 90 വയസ്സുള്ള ഡോക്ടർമാരെ ആരും കാണാനില്ല. നമ്മളെക്കാളും വേഗത്തിൽ അവരാ മരിച്ചു പോകുന്നത് എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം ചിരിക്കുന്ന ഒന്നതാണ്. കാരണം ദൈവത്തിനറിയാം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന ആരുമില്ല എന്ന് ദൈവത്തിനറിയാം. അതാണ് ദൈവം ചിരിക്കുന്ന ഒന്ന്. രണ്ടാമത് ദൈവം ചിരിക്കുന്നത് പറയുന്നത്, ചില ആളുകൾ പറയും ഇതെന്റെ ഭൂമിയാണ് എന്ന് പറയും, ഇതെന്റെ പറമ്പാണ് എന്നൊക്കെ പറയും. ചില ആൾ പറയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പറമ്പാണ്, ഇതെന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനായിട്ട് കിട്ടിയ റബ്ബർ തോട്ടാണ്, ഇതെന്റേതാണ് എന്നൊക്കെ പറയും. അപ്പം ദൈവം കുടുകൂടെ ചിരിക്കുന്ന പറയുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത്, 1000 കൊല്ലം മുമ്പ് ഒരാൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ ഭൂമിയാണ്. 500 കൊല്ലം മുമ്പ് ഒരാൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ പറമ്പാണ്. 100 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ പറമ്പാണ്. 50 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ പറമ്പാണ്. 25 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ പറമ്പാണ്. ഈ പറഞ്ഞാളെല്ലാം എവിടെ പോയി? പറമ്പ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആളുകൾ മുഴുവനും പോയിരിക്കുകയാണ്. അപ്പൊ ഇത് എന്റേതാണ് എന്ന് പറഞ്ഞ ആളുകൾ മുഴുവനും അവര് മുഴുവനും പോയിരിക്കുകയാണ്. പക്ഷെ ഭൂമി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണത്? നമ്മളാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മളാരും ഒന്നും കൊണ്ടുപോകുന്നുമില്ല. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല പിരിയുന്ന നേരത്ത്, പിന്നെ ഈ മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് നമ്മൾ എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ശരിയായ ചോദ്യമാണ്. അത് തന്നെയാണ് ഉപനിഷത്തിന്റെ ചോദ്യമാണ്. വളരെ മലയാളത്തിൽ വളരെ സരള ലളിതമായി ഊന്താനം പറയുന്നതും നമ്മൾ എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത് എന്നാണ്. ചത്തുപോകുന്ന നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും എന്നാണ്. മഹാരാഷ്ട്രയിൽ വലിയ ധനികനായ ഒരു കോടീശ്വരൻ, ആ കോടീശ്വരൻ മരിക്കാൻ നോക്കുകയാണ്. നല്ല അസുഖമുണ്ട്. അപ്പൊ മക്കളെല്ലാം ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മക്കളെ എനിക്കൊരു അന്തിമാഭിലാഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ്, കോടിക്കണക്കിന് പൈസയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരു പെട്ടിയിൽ അടക്കണം. ഒരു ചക്കര ആവേശത്തോടുകൂടി ചോദിച്ചു, സ്വർണത്തിന്റെ പെട്ടി വേണമെന്ന്. അത്രക്കുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട, മരപ്പെട്ടിയാലും മതി. പക്ഷെ ആ മരപ്പെട്ടിയിൽ എന്നെ അടക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ ആ പെട്ടിക്ക് ഒരു ഓട്ട വെക്കണം, ഒരു ദ്വാരം. അപ്പൊ അതെന്തിനാ ചോദിച്ചു, അതിലൂടെ എന്റെ 2 കൈയും പുറത്തേക്ക് ഇങ്ങനെ ഇടണം, എന്നിട്ട് ഇങ്ങനെ ശ്മശാനത്തിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ എടുത്തുകൊണ്ടുപോയിക്കോന്ന് പറയും. അപ്പൊ മൂത്തവൻ ചോദിച്ചു, അതിനാച്ച അങ്ങനെയെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കോടീശ്വരനായ ഞാൻ മരിച്ചിട്ട് ശ്മശാനത്തിലേക്ക് പോകുമ്പോഴും 1 ഉറുപ്പ്യ പോലും എൻ്റെ മക്കൾ എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ടില്ല, എൻ്റെ അവകാശികൾ എനിക്ക് തന്നിട്ടില്ല എന്ന് കണ്ടിട്ടെങ്കിലും ബാക്കിയുള്ളവർ നല്ല കാര്യത്തിന് ഉള്ള പൈസ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതാണ് ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ മത്സരിക്കുന്നത്, എന്തിന് നാം വൃഥ എന്ന് ചോദിക്കുന്നതാണ്. വളരെ വളരെ ലളിതമാണ് അത്തരം ചോദ്യങ്ങൾ. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും നമ്മുടെ ദർശനങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ശരിയാണ്, നമുക്ക് ആ സമ്പത്ത് വേണം, സമ്പത്ത് വേണമെന്ന് നിർബന്ധമാണ്. പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. അങ്ങനെയാണ് ഏറ്റവും അവസാനം നമ്മുടെ ശരീരമാദ്യം ഗലു ധർമ്മസാധനം എന്നൊരു പ്രയോഗമുണ്ട്. ധർമ്മം നമ്മളെ ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ധർമ്മത്തെ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഒരു ഋഷി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇറച്ചി തിന്നു എന്നാണ്. കാരണം അദ്ദേഹത്തിന് അത് തിന്നിട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അത് തിന്നിട്ടെങ്കിലും ജീവിക്കണം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ നമുക്ക് സമ്പത്തുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അർത്ഥം എന്നാണ് അതിന് പറയുക, സമ്പത്ത്. മറ്റൊന്ന് നമുക്ക് ആഗ്രഹം വേണം. ആഗ്രഹം എന്ന് പറഞ്ഞാൽ കാമം എന്നാണ് അതിന് പറയുന്നത്. ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ഇവിടെ എഴുന്നേൽക്കണം തോന്നിയില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കൂലേ. അപ്പൊ ആഗ്രഹം വേണം. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. സമ്പത്തും വേണം, ആഗ്രഹവും വേണം, അർത്ഥവും വേണം, കാമവും വേണം. പക്ഷെ പ്രശ്നം, ഈ അർത്ഥം സമ്പത്ത് എന്ന് പറയുന്നത് അതില്ലെങ്കിലും പ്രശ്നമാണ്,
അത് അമിതമായാലും പ്രശ്നമാണ്. സമ്പത്തിന്റെ അഭാവവും പ്രശ്നമാണ്, സമ്പത്തിന്റെ പ്രഭാവവും പ്രശ്നമാണ് എന്നുള്ളതാണ്. കാരണം പണക്കാരായ ആളുകൾ പണമുള്ളത് കൊണ്ട് മാത്രം ഉറങ്ങാത്ത ആളുണ്ട്, അങ്ങനെയുണ്ട്. പണമുള്ളത് കൊണ്ട് സ്വസ്ഥതയില്ല, പണമുള്ളത് കൊണ്ട് ഉറക്കം വരുന്നില്ല. വള്ളത്തോൾ ഒരു കവിതയിൽ പറയുന്നുണ്ട്, കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകുടിൽക്കത്രേ നിദ്രാസുഖമെന്ന്. കൊച്ചുകുടിൽ കിടക്കുന്നവന് പ്രശ്നമൊന്നുമില്ല, രാവിലെ വൈകുന്നേരം വരെ പണിയെടുത്ത് ലേശം അടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയ്ക്കും രണ്ടു കൊടുത്ത് എന്നിട്ട് ഉള്ളത് നിന്ന് സുഖമായിട്ട് പൊതിച്ച് കിടന്നങ്ങ് ഉറങ്ങും, നല്ല ഉറക്കാണ്. പക്ഷെ കൊട്ടാരത്തിൽ കഴിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ആരെങ്കിലും കൊണ്ടുപോകുന്നുള്ള വെപ്രാളാണ്, ആ വേവലാതിയാണ്. ആ വേവലാതിയിൽ ഉറക്കം വരുന്നില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഉറക്കം വരാത്തവരുണ്ട്. അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറക്കം ഗുളി കഴിക്കുന്ന ജനങ്ങളുള്ളത് അമേരിക്കയിലാണ്. അവിടെ സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല, ദാരിദ്ര്യമൊന്നുമില്ല, സമ്പത്തെല്ലാം ഇഷ്ടമുണ്ട്, പക്ഷെ ഉറക്കമില്ല. നമുക്കായിരിക്കെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടോ? പായി കാണേണ്ട താമസമേ ഉള്ളൂ, നമുക്ക് ഉറക്കം വരുന്നുണ്ട്. കാരണം എന്താണ്? നമുക്ക് അത്ര വലിയ സമ്പത്തൊന്നും ഇല്ല എന്നാണ്. അപ്പൊ ഉറക്കം കിട്ടുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പൊ സമ്പത്ത് അധികമായി എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. സമ്പത്തില്ലെങ്കിലുള്ള പ്രശ്നം നമ്മളോട് പറയേണ്ട കാര്യമില്ല. വലിയ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നവരാണ് നമ്മൾ പലരും. അതുകൊണ്ട് ആ പ്രശ്നം നമുക്കറിയാം. അതുകൊണ്ട് സമ്പത്ത് വേണം. ആഗ്രഹം അതുപോലെ, ആഗ്രഹം ഇല്ലെങ്കിലും പ്രശ്നമാണ്, ആഗ്രഹം അത്യാഗ്രഹമായാലും പ്രശ്നമാണ്. അപ്പൊ ഇതിനൊരു അളവ് പോലും, ഒരു മാനദണ്ഡമാണ്. അങ്ങനെ ആ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനാണ് നേരത്തെ പറഞ്ഞ ആ വാക്ക് ധർമ്മം എന്ന് പറയുന്നത്. അർത്ഥത്തെയും കാമത്തെയും ധർമാധിഷ്ഠിതമായി ഉപയോഗിച്ച് ജീവിച്ചാൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി കൈവരുന്ന അവസ്ഥയാണ് ഭാരതത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. അതിന് വേറെ തടസ്സം ചെയ്യണ്ട. നമ്മൾ എവിടെയെങ്കിലും കാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വേണ്ട. ലൗകിക ജീവിതം നയിച്ചുകൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് പോകാം. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ ആഗ്രഹത്തെയും നിങ്ങൾ ധർമാധിഷ്ഠിതമായി ഉപയോഗിച്ച് ജീവിച്ചാൽ മതി എന്നാണ് ഉറപ്പ്. അതാണ് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുനരഭി ജനനവും പുനരഭി മരണവും പുനരഭി ജനനി ജഡരേശയനവും വേണ്ട. ഇനിയൊരു ജന്മമില്ല, നേരെ ഭഗവാന്റെ പാദത്തിലേക്ക് പോയി ലയിക്കുകയാണ്. ഈ ജന്മം തന്നെ നമുക്ക് ബ്രഹ്മത്തിൽ, ജ്യോതിസിൽ നമുക്ക് ലയിക്കാൻ സാധിക്കും. ഇങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിനും അപ്പുറത്തെ മോക്ഷം എന്ന പരമപദപ്രാപ്തിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുമെന്നാണ്. അപ്പൊ അതിനുള്ള ഉപാധിയായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ധർമാധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. സ്വാമിജിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ വീട്ടിലെല്ലാം ഒരു സാമിയെല്ലാം വരുമ്പോണ്ട്. അപ്പൊ വീട്ടിൽ സ്വാമി വരുമ്പോ സാമയൊന്നും ചോദിച്ചിട്ടാ വരും, ഒരു പാത്രത്തിൽ എടുത്തിട്ട്. അപ്പൊ വീട്ടിലെ മുത്തശ്ശി പറയും, മോളെ സ്വാമി വന്നിട്ടുണ്ട്, ധർമ്മം കൊടുക്കുക എന്ന് പറയും. ധർമ്മം കൊടുക്കുക എന്ന് പറയും. അപ്പോ കുട്ടി ഓടിച്ചെന്ന് കൈയൊക്കെ കഴുകി ഓടിച്ചെന്ന് അകത്തുനിന്ന് പാത്രത്തിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് ഈ സ്വാമിയുടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കും. കൊടുക്കാൻ മുത്തശ്ശി പറഞ്ഞത് ധർമ്മമാണ്, കുട്ടി കൊടുക്കുന്നത് അരിയാണ്. അപ്പൊ അരി ധർമ്മമാണോ? അരിയാണോ ധർമ്മം? അല്ല. മുത്തശ്ശി ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, മോളെ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് കൈ നീട്ടിയാൽ ആ കയ്യിൽ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് നിന്റെ ധർമ്മമാണ്. അതുകൊണ്ട് നീ നിന്റെ ധർമ്മം പ്രവർത്തിക്കുക എന്നാണ് ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം. അത് ധർമ്മമാണ്. അതുകൊണ്ട് ധർമ്മം എന്ന് പറയുന്നത്, ഈ ധർമ്മത്തിലൂടെയാണ് ഓരോരുത്തരും അവരവരുടെ ധർമ്മം നിർവഹിക്കുന്നതിലൂടെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ ധർമ്മ തത്വം എന്ന് പറയുന്നത്. ഗീതയതാ പറയുന്നത്. ഗീതയിലെ 700 ശ്ലോകങ്ങളിലെ ഒന്നാമത്തെ ശ്ലോകത്തിലെ ഒന്നാമത്തെ വാക്ക് ധർമ്മം എന്നാണ്. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര സമവേതായി ഉത്സവമാവുക പാണ്ഡവശ്ചൈവ കിമകുർവിധ സഞ്ജയം. ഒന്നാമത്തെ വാക്കതാണ്. 700ാമത്തെ ശ്ലോകം എന്താണ്? ആ ശ്ലോകത്തിലെ ഏറ്റവും അവസാനത്തെ വാക്കെന്താണ്? മമ എന്നാണ്. മമ എന്ന് പറഞ്ഞു. മമ എന്റെ എന്നാണ്. എത്ര യോഗേശ്വര കൃഷ്ണ എത്ര വാർത്തോ ധനുദ്ര തത്ര ശ്രീ വിജയ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ എന്നാണ്. മമ എന്ന് പറഞ്ഞാൽ എന്റെ എന്നാണ്. അപ്പൊ തിരിച്ചിട്ടാൽ എന്താ സംസ്കൃതത്തിലെ രീതി അനുസരിച്ച്? എന്റെ ധർമ്മം എന്നാണ്. അപ്പൊ അർജുനോട് എന്താ ഭഗവാൻ പറയുന്നത്? നീ നിന്റെ ധർമ്മം എന്താണോ അത് ചെയ്യുക എന്ന് അർജുനോട് പറയുമ്പോ നമ്മോട് എല്ലാവരോടും ഭഗവാൻ പറയാണ്, നീ നിന്റെ ധർമ്മം എന്താണോ അത് ചെയ്യണം എന്നാണ്. ഓരോരുത്തരും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കുമ്പോ ഇപ്പൊ പ്രകൃതി എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ അവിടെ ഒരു മാവ് ഞാൻ വരുമ്പോൾ നോക്കി, നല്ലൊരു മാവാണ്. ആ മാവ് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്, ഇവിടെ ഈ മരങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ്, ഒന്നുകൂടി പറയാം, ഈ മരങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ല നമ്മൾ കിടക്കും ഇല്ലേ?
കിടന്ന പിന്നെ എണീക്കോ? ഇല്ല. ക്ലോസ്. ഈ വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾ നമുക്ക് പ്രാണവായു നൽകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആ മരം അവിടെ നിൽക്കുന്നത് ആ മരത്തിന് വേണ്ടിയല്ല, കാറ്റ് വീശുന്നത് കാറ്റിന് വേണ്ടിയല്ല, സൂര്യൻ ഉദിക്കുന്നത് സൂര്യന് വേണ്ടിയല്ല, ചന്ദ്രിക ചാർച്ചിതമായിട്ടുള്ള ആ പൂനിലാവ് പൊഴിക്കുന്നത് ചന്ദ്രന് വേണ്ടിയല്ല, കടലിന് വേണ്ടിയല്ല, പാട്ട് പാടുന്നത് കിളിക്ക് വേണ്ടിയല്ല, പൂവ് വിരിയുന്നത് പൂവിന് വേണ്ടിയല്ല, ആകാശത്തിന് വേണ്ടിയല്ല, നക്ഷത്രങ്ങൾ ഉദിക്കുന്നത് നക്ഷത്രത്തിന് വേണ്ടിയില്ല. ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾ ഓരോന്നും നിലനിൽക്കുന്നത് അവയ്ക്ക് വേണ്ടിയല്ല, അവ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവയൊന്നും ഒരു പൂ വിരിയുന്നത് പൂവിന് വേണ്ടിയാണ്, പൂ വിരിയുന്നത് പൂവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ കണ്ണിന് കർപ്പൂരമായി ആ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി പൂ അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ വലിയ പാഠമുണ്ട്. മഴ പെയ്യുന്നത് മഴക്ക് വേണ്ടിയാണ്, നമുക്ക് കുടിക്കാനാണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും, ഈ പ്രാണവായു തരുന്നത് നമുക്ക് വേണ്ടി. അങ്ങനെ ഓരോന്നും ഈ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. എന്താണത്? പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. നമുക്ക് മാത്രമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ സാധ്യമല്ല, മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് വലിയ പാഠം. അപ്പൊ പ്രകൃതി ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് അത് പറയുകയാണ്. അതുകൊണ്ട് ഈശ്വരൻ എന്തിനാണ് നമുക്കിതൊക്കെ തന്നിരിക്കുന്നത്? ഉള്ളൂർ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കവിതയിൽ പറയുന്നുണ്ട്, നമ്മുടെ കണ്ണെന്തിനാണ്, കാതെന്തിനാണ്, ചെവി എന്തിനാണ് എന്നൊക്കെ. അർത്ഥസ്വരം കേട്ടൊരു കാത്, സാന്തോക്തി യോതിയിടിന ജിഹ്വ, നാവ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണ്. കാരുണ്യമാർന്നിയിടിന ദൃഷ്ടി, അതിനാണ് കണ്ണ്. മറ്റുള്ളവരെ മിഴിച്ച് പേടിപ്പിക്കാനല്ല, നേരെ മറിച്ച് കരുണരസം കരകവിഞ്ഞൊഴുകുന്ന കണ്ണ്. ആ കണ്ണിലേക്ക് നോക്കിയാൽ വിഷമൊക്കെ തീർന്നു പോകണം. ഒരാളുടെ മുഖത്തിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ പ്രയാസമൊക്കെ തീർന്നു പോകണം. അങ്ങനെയുള്ള കണ്ണ്. സാധുക്കളെ താങ്ങിന ബാഹു, വീഴുന്നവരെ താങ്ങാനാണ്, ഉന്തി വീഴ്ത്താനല്ല കൈ. അതിനല്ല കരുത്ത്. മറ്റുള്ളവരെ സഹായിക്കാനും വീണവരെ പിടിച്ചുയർത്താനുമാണ് കൈ. അതിനുവേണ്ടിയാണ് കൈ തന്നിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ അവയവങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്? ചിലയാൾ നാവൊന്ന് വളച്ചു നീർക്കുമ്പോഴത്തേക്ക് ആ നാട് മുടിയും, തമ്മിലടി കൂടും. ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് സംഘർഷം മൂർച്ഛിക്കും. നാവ് അതിനു വേണ്ടിയല്ല, വിഭജിക്കാനല്ല, തമ്മിലടിപ്പിക്കാനുമല്ല, നേരെ മറിച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയാണ് നാവ് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. നമ്മുടെ സാമാജികമായ ഈ ഒരു കാഴ്ചപ്പാടുണ്ട്. പഴയ കാലത്ത് ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടാവും, ഒരു ആചാരം ഉണ്ടായിരുന്നു. പണ്ട് വലിയ ഇല്ലങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ അവർ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തറയത്ത് വന്നിട്ട് വിളി, അത്താഴ പ്രശ്നിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ 3 വട്ടം ചോദിക്കും. ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇവർ കഴിക്കും എന്നാണ്. അരയാൽ ക്ഷേത്രത്തിന്റെ മുമ്പിലൊക്കെയുള്ള അരയാലിന്റെ മേലൊക്കെ ഭക്ഷണ പൊതി കെട്ടി ഞാത്തുമായിരുന്നു. അവർ കഴിക്കണം എന്നാണ്. അങ്ങനെ പഷ്ണി ആരും കിടക്കാൻ പാടില്ല എന്നാണ്. എന്തിനു പറയുന്നു? മനുഷ്യർ മാത്രമാണോ? വെള്ളം കുടിക്കുന്നതിന് മുമ്പ് തുളസിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഇനി ഉറുമ്പുകൾക്കും പാറ്റയ്ക്കും അതുപോലെ വീട്ടിലുള്ള മറ്റ് ഈ ജീവികൾക്ക് ആ അരിയും ഭക്ഷണങ്ങളും ഇട്ടുകൊടുത്ത്, എല്ലാ ചരാചരങ്ങളുള്ള ഈ പ്രേമമില്ലേ, ആ പ്രേമം നമ്മുടെ ഒരു ദർശനമായിരുന്നു. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം പിടിച്ചുപറിയുടെ സംസ്കാരമല്ല, അത് കൊടുക്കലിന്റെ സംസ്കാരമാണ്. ആ കൊടുക്കുക എന്നതിൽ അങ്ങനെയാണല്ലോ, കൊടുക്കുന്ന കൈയാണല്ലോ ഉയർന്നു നിൽക്കുന്നത്, വാങ്ങുന്ന കൈ താഴെയല്ലേ. അപ്പൊ കൊടുക്കുക എന്നത് ഏറ്റവും മഹത്തരമായ ഒന്നാണ് എന്നതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അത്തരം ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ദുർബലമായി പോയതുകൊണ്ടാണ് പിന്നീട് സ്വാർത്ഥമതിയായി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നായി ചിലരുടെ ചിന്ത. അതാണ് ചിന്ത. അങ്ങനെ പിന്നീട് ചില കാഴ്ചപ്പാടുകളൊക്കെ പിന്നെ ഇങ്ങനെയും പറയാൻ തുടങ്ങി, നാണം കെട്ട് പണം നേടിയാൽ പണം മാനം നേടിത്തരുന്നു. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അത് കുത്തിക്കവർന്നോ പിടിച്ചു പറിച്ചോ. ഇപ്പൊ കാണുന്നില്ലേ, ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള സമൂഹത്തിൽ കാണുന്ന ഇത്തരം തെറ്റായ പ്രവണതകൾക്കെല്ലാം പിന്നിലുള്ള പ്രേരണ എന്താണ്? പണം ഉണ്ടാക്കുക. ഈ രാസലഹരിയും അതുപോലുള്ള കാര്യങ്ങളും ലഹരികളൊക്കെ വിൽക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ, അവന്റെ ജീവിതവും അവന്റെ കുടുംബവും അവന്റെ സമൂഹവും എല്ലാം നശിച്ചാലും എനിക്ക് പണം കിട്ടണം, എനിക്ക് സുഖിക്കണം, എനിക്ക് അർമാദിക്കണം,
അങ്ങനെയുള്ള ചോരപ്പണം കിട്ടിയിട്ട് എനിക്ക് ജീവിക്കണമെന്ന് ക്രൗര്യമായ വന്യമായ ഇത്തരം ആക്രാന്തമാണ്, മനുഷ്യന് പണത്തോളം ആർത്തിയാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇവിടെ ഉണ്ട്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാകും. ഞാൻ എൻ്റെ ഒരു കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ സെൻഡ് ഓഫിന് മുമ്പ് അവിടുത്തെ ഡിഗ്രി വിദ്യാർത്ഥികളെ കഴിഞ്ഞ വർഷം ഓരോരുത്തരെ വിളിച്ചിട്ട് ഇനി എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ ഒരു ചക്കൻ എന്നോട് പറയണം, എന്താ പരിപാടി എന്ന് ചോദിച്ചു. പറഞ്ഞു എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം. അപ്പൊ അത് പറയുമ്പോൾ അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കോക്രിച്ച് വക്രിച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആഗ്രഹം ഇങ്ങനെ അവനിങ്ങനെ വലിഞ്ഞ്, ഞാൻ എങ്ങനെയെങ്കിലും വെച്ചാൽ മാഷേ പൈസ ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്നാണ് പറഞ്ഞത്. അവനൊരു വലിയ ജീവിത സത്യമാണ് പറഞ്ഞതെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന ചിന്ത എവിടെയൊക്കെയാണ് മനുഷ്യർ എത്തിക്കുക എന്നുള്ളതിലേക്ക് ഞാൻ ഏതായാലും പോകുന്നില്ല. അമ്മയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുക. ഏതായാലും നമ്മുടെ സമൂഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഞാനതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, നമ്മുടെ സംഘത്തിൻ്റെ ഒരു ബൈഠക്കിലൊക്കെ പോയാൽ അവിടെ പല വിഷയങ്ങളിങ്ങനെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം, ഒരു 10-30 കൊല്ലം മുമ്പത്തെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ കുട്ടികൾ അച്ഛനും അമ്മയൊക്കെ ഇല്ലാണ്ടായി പോയാൽ നമ്മുടെ കുട്ടികൾ മരിച്ചു പോവുകയൊക്കെ ചെയ്യലോ, അങ്ങനെയുള്ള കുട്ടികൾ, ആ കുട്ടികൾ പിന്നെന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചർച്ച വരുമായിരുന്നു. ഇപ്പോൾ മുസ്ലിങ്ങൾക്കൊക്കെ അവരുടെ യത്തീംഖാനകളുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവരുടെ അനാഥാലയങ്ങളുണ്ട്, ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചർച്ച ഇങ്ങനെ ചെയ്ത് അവസാനം എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും മിണ്ടാണ്ടിരിക്കും. കാരണം പരിഹാരമില്ല, പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനം അന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1989 നമ്മുടെ സംഘസ്ഥാപന പൂജനീയ ഡോക്ടർ ജിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇതിനടുത്ത് ആലുവയ്ക്കടുത്ത് ഒരു സേവാസമിതി ഉണ്ടാക്കി. ആ സേവാസമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വരയിൽ ഒരു സ്ഥാപനം ഉണ്ടായി. അതിൻ്റെ പേര് മാതൃഛായ എന്ന, അമ്മയുടെ തണൽ എന്ന വളരെ ചേതോഹരമായ ഒരു പേരാണ്. അനാഥാലയം എന്നൊന്നും അതിന് പറയില്ല, മാതൃഛായ എന്ന് പറയും. ആ മാതൃഛായ അന്ന് 89 തുടങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ആ മാതൃഛായ തുടങ്ങിയപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു കുട്ടിയെ ഞാൻ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് എൻ്റെ നാട്ടിൽ തില്ലങ്കേരിയിൽ നിന്ന് ഒരു കുട്ടിയെ, അത് തുടങ്ങിയിട്ട് 3 മാസത്തിനുള്ളിൽ ഒരു കുട്ടിയെ, അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു കുട്ടിയെ, ഞാൻ സുരേഷ് എന്നാണ് പേര് ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയി ചേർത്തു. അന്ന് എനിക്ക് കണ്ണൂരിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു കുട്ടിയെയും കൂട്ടിയിട്ട് ഇവിടെ വരേണ്ടി വന്നു. ഇന്നിപ്പോൾ നമ്മളുടെ ബൈഠക്കിൽ ആ ചർച്ച നടക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എല്ലാ ജില്ലകളിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു ജില്ലയിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മാത്രമല്ല, നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെ ധാരാളം മറ്റ് മതസ്ഥരായ മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ. ഇപ്പൊ ചൈൽഡ് ലൈനിലും മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ ആ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ നന്നായി വളർത്തുന്നുണ്ടവരെ, ഏൽപ്പിക്കുന്നവരെ നമ്മളെ സംസ്കാരം നൽകി, നമ്മളെ മൂല്യങ്ങൾ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഞാൻ ഇത്തരം മാതൃസദനം എന്ന് പറയുന്ന സ്ഥാപനം, ഇതുപോലെ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ, നന്നായി വളരട്ടെ, ധാരാളം പേര് ഇവിടെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നു, ഉദ്ഘാടനമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നേ ഉള്ളൂ. ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ അമ്മയെ നമ്മളെ നോക്കേണ്ടത്, നമ്മുടെ അമ്മയെ നമ്മൾ പരിരക്ഷിക്കേണ്ടതാണ്, അത് മറ്റാളെ ഏൽപ്പിക്കേണ്ടതല്ല. അമ്മയെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ ആരെയാ നോക്കുക? അമ്മ നമ്മളെ 8-9 മാസം നമ്മുടെ ഗർഭപാത്രത്തിൽ ഇട്ടിട്ട് അമ്മയുടെ ചോര തന്നല്ലേ വളർത്തിയത്. ആ ഒരു പൊക്കിൾക്കൊടിയിലൂടെ നമുക്ക് ഊർജവും ചോരയും പ്രാണനുമെല്ലാം അമ്മ തന്നിട്ട് കുഞ്ഞ് വളർന്നു വരുന്നതിനനുസരിച്ച്, ആ ഭാരം കൂടുന്നതിനനുസരിച്ച് തിരിയാനും മറിയാനും നടക്കാനും സാധിക്കാതെ കാലിന് നീര് വന്ന് ആകെ അസ്വസ്ഥമായി ഇടയ്ക്ക് ഛർദ്ദിച്ച്, അങ്ങനെ ആ ഓരോ അമ്മമാരും സഹിക്കുന്ന വേദനയില്ലേ, ആ വേദനയിലൂടെ അവരനുഭവിക്കുന്ന മാതൃത്വത്തിന്റെ ഒരു ആനന്ദമുണ്ട് എന്നത് ശരി, ആ വേദനയെ ഇല്ലാതാക്കുന്ന ആനന്ദം. പക്ഷേ എന്നിട്ട് അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ വേദന ഏതാ ഉള്ളത്? ആ പ്രസവ വേദനയും സഹിച്ച് എന്നിട്ട് 1-2 വർഷക്കാലം ഈ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി ഉറങ്ങാതെ നിന്ന്
രാപ്പകൽ പരിരക്ഷിച്ച് അതിൻ്റെ ചലവും മലവും മൂത്രവും എല്ലാം ചുമന്ന് നാറ്റം സഹിച്ച് എന്നിട്ട് അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് അത്തരം ത്യാഗം ചെയ്യുന്നതുകൊണ്ട് ദൈവം ഓരോരുത്തരുടെയും ശരീരത്തിൽ ദൈവം അമ്മയുമായുള്ള നമ്മുടെ ബന്ധം മറന്നു പോകരുത് എന്ന് കരുതി നമ്മുടെ അടിവയറിൻ്റെ മുകളിൽ ഒരടയാളം തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പൊക്കിൾ ചുഴി എന്ന് പറയുന്നത്. ആ അടയാളം പ്ലാസ്റ്റിക് സർജറി ചെയ്താലും മാറ്റാൻ പറ്റാത്ത ഒരു അടയാളമാണ്. ആ അടയാളം അമ്മയോടുള്ള നമ്മുടെ കടപ്പാടിൻ്റെ അടയാളമാണ്. മാതൃപഞ്ചകം എന്ന 5 ശ്ലോകമുണ്ട്, ശങ്കരാചാര്യർ എഴുതിയാണ്. അതിൽ ആ ചരിത്രം മുഴുവനും അവിടുന്ന് പറയുന്നുണ്ട്. അമ്മയുടെ സ്നേഹം, അമ്മയുടെ കരുതൽ അതെത്രയാണ്, അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് ഈ അമ്മ എന്നത് ഒരിക്കലും ഒരു അമ്മയും മകനും കൂടി, അമ്മ കൂലിപ്പണി എടുക്കുന്നതാണ്, മകൻ ഒരു 6ാം ക്ലാസ് പഠിക്കുന്നതാണ്. അപ്പോൾ അപ്പുറത്തെ ഗ്രാമത്തിലാണ് ഒരു പുഴ കഴിഞ്ഞിട്ട് അപ്പുറത്താണ് അമ്മ കൂലിപ്പണിക്ക് പോകുന്നത്, മകൻ അവിടെ സ്കൂളിൽ പഠിക്കുന്നതാണ്, UP സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അവർ പണിയും കഴിഞ്ഞ് വരുമ്പോൾ മകൻ കാത്തുക്കുന്നുണ്ടാവും. ഈ 2 പേരുമാണ് അവസാനത്തെ തോണി എന്ന് പറഞ്ഞ് ഇവരെയും കൊണ്ടാണ് വരിക. ഒരു ദിവസം തോണിയിൽ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നല്ല കാറ്റത്ത് തോണി ഇങ്ങനെ ആടി ഉലയുകയാണ്. ചെന്നപ്പന്നെ മഴയും പെയ്യുന്നു, ഇടിയും വെട്ടി. അപ്പോൾ തോണിയിൽ കുറച്ച് വെള്ളമൊക്കെ കയറുമ്പോൾ തോണിക്കാരൻ പറഞ്ഞു, പരിഭ്രാന്തിയോട് തോണിക്കാരൻ പറഞ്ഞു, മുറുക്ക പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ മോനോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ കയ്യിൽ മുറുക്ക പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു, അത് വേണ്ടമ്മേ, അമ്മ എൻ്റെ കൈമേൽ മുറുക്ക പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അത് 2 ഒരുപോലെ അല്ലടാന്ന് ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, അല്ലമ്മേ ഒരുപോലെയല്ല. അഥവാ തോണി പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലാണ് പിടിച്ചെങ്കിൽ എൻ്റെ പിടുത്തം പെട്ടെന്ന് വിട്ടുപോകും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, അമ്മ എൻ്റെ കയ്യിലാണ് പിടിച്ചെങ്കിൽ അമ്മ മരിച്ചാലും എൻ്റെ കയ്യിലെ പിടുത്തം വിടില്ല എന്ന്. അതാണമ്മ, അതാണ് അമ്മയുടെ കരുതൽ, അതാണ് അമ്മയുടെ സ്നേഹം, അതാണ് അമ്മയെ മാതൃദേവോ ഭവ എന്ന് പറയാൻ കാരണം. അമ്മ ഈശ്വരിയാണ്, അമ്മ ദേവതയാണ് എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ഈശ്വരിയാണ്. ഭൂമിയെ അമ്മയാണ് കരുതുന്നത്, ഈ പ്രപഞ്ചത്തെ കാട്ടിനെ അമ്മയായിട്ടാണ്, കടലിനെ അമ്മയായിട്ടാണ്, ഈ പ്രപഞ്ചത്തെ മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ എന്നാണ് വേദത്തിലെ ആദ്യത്തെ മന്ത്രങ്ങളിലൊന്ന്. ഭൂമി നമ്മുടെ അമ്മയാണ്, നമ്മളെല്ലാം അതിൻ്റെ മക്കളാണ്. ഭൂമി ദേവി എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാറ്റിലും അമ്മയെ കാണുകയാണ്. പ്രകൃതി ഈശ്വരി എന്നാണ് പറയുന്നത്. എല്ലാറ്റിലും അമ്മയെ കാണുന്നതാണ് നമ്മുടെ ഭാവവും ഭാവനയും. അതുകൊണ്ട് നമ്മളതിലൊരു കുറവും വരാൻ പാടില്ല, വരുത്താൻ പാടില്ല. പക്ഷേ ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ ഒരമ്മയും കരയാൻ പാടില്ല, ഒരമ്മയുടെയും കണ്ണുനീർ വീഴ്ത്താൻ പാടില്ല. ഒരു ചൊല്ലുണ്ട്, ദൈവത്തിന് വലിയ തിരക്കായതുകൊണ്ട് എല്ലാ വീട്ടിലും എത്താൻ പറ്റാത്തതുകൊണ്ടാണ് പോലും, ദൈവത്തിൻ്റെ തിരക്കുകൊണ്ടാണ് പോലും ദൈവത്തിൻ്റെ പ്രതീതിയായി ദൈവം ഓരോ വീട്ടിലും അമ്മയെ അയച്ചത് എന്ന്. ദൈവത്തിൻ്റെ പ്രതീതിയാണ് അമ്മ എന്ന്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല, കരയാൻ പാടില്ല. അമ്മയുടെ കണ്ണീര് വീണാൽ ഭൂമി നശിച്ചു എന്നുള്ളത് കൊണ്ട് കരയാതെ ആ അമ്മയെ നിലനിർത്താൻ, ഒരുപക്ഷെ ഏതെങ്കിലും വിപരീത സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ വന്നു പോയാൽ ആ അമ്മയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരു ധർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ആ ഒരു കടപ്പാടോടുകൂടിയാണ് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മഹത്തായ പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത് വന്നത്. അമ്പാടി എന്ന് പറഞ്ഞ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദയയുടെ ഒരു പൂന്തോട്ടമായി അങ്ങനെ വളർന്നു വരികയാണ്. അതിന് ഓരോ കൈവഴികൾ ഇങ്ങനെ വരികയാണ്. ഒരു വൃക്ഷം വളരുമ്പോൾ അതിന് ശാഖോപശാഖകൾ ഉണ്ടാകുന്ന പോലെ സാമാജിക ജീവിതത്തിന്റെ ആവശ്യകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്തമായ സംരംഭങ്ങളും വ്യത്യസ്തമായ സംവിധാനങ്ങളുമായിട്ട് ഈ മഹാസ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് മനുഷ്യരുടെ സമർപ്പിതമായ ധർമ്മബോധമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവരവരുടെ ജീവിതം കൊടുക്കുന്നു, ചിലർ ജീവൻ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് വരുന്നത്. ഒരുപാട് ആളുകൾ അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ ഇത്തരം മഹാസ്ഥാപനങ്ങൾ വളർന്നു വരൂ. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന് ചില അടയാളങ്ങൾ അവശേഷിക്കണ്ടേ? നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ 50 കൊല്ലം കഴിഞ്ഞാൽ നമ്മളിവിടെ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാകണമെങ്കിൽ, നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതിൻ്റെ ചില അടയാളങ്ങൾ ശേഷിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് ചില സമർപ്പണങ്ങളും ത്യാഗങ്ങളും ഒക്കെ ചെയ്യണം. സമയം കൊടുക്കണം, സമ്പത്ത് കൊടുക്കണം, എല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ചിലതിങ്ങനെ ഉയർത്തിക്കൊണ്ടെന്നാൽ ഒരുപാട് കാലം ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാകുന്ന ഇത്തരം സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ ഉയർത്താൻ എന്തെങ്കിലും ചെയ്താൽ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്താൽ
ഒരു അടി ഭൂമിയുടെ കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെന്റിന്റെ പണം കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പുണ്യമാണ്. ആ സമർപ്പണം ദൈവികമാണ്, ആ പരിശ്രമം ഈശ്വരീയമാണ്, അത് നമ്മുടെ ധർമ്മ പ്രവർത്തനമാണ്, മോക്ഷത്തിലേക്കുള്ള നമ്മുടെ പദത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ്. അത്തരം പ്രവർത്തനത്തിന് വേണ്ടി സർവവും സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പിന്നിലുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകളെയും ഇവിടുത്തെ മാതൃസമിതിയെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും ആനന്ദകരമാണ്. സമയം വൈകിയതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ചൊല്ലുണ്ട്, സഭ അറേഞ്ച് പേസ്, സമയം അറേഞ്ച് പേസ് എന്ന് പറയും. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിനുള്ള സമയമായി. ഇനിയിപ്പോൾ ഇവരെ എപ്പോഴാണ് നിർത്തുകയാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ നിങ്ങളെ ശാപമായിട്ട് വാങ്ങുന്നില്ല. ഈ മഹത്തായ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.